പ്രസന്റ് സിമ്പിൾ ആണെങ്കിൽ നമുക്കൊരു സെന്റൻസ് എഴുതാം. ഐ റൈറ്റ് എ ലെറ്റർ. ഐ റൈറ്റ് എ ലെറ്റർ. ഇത് ഏത് ടെൻസിലാണ് കിടക്കുന്നത്? പ്രസന്റ് സിമ്പിൾ ആണ് കിടക്കുന്നത്. വേർബ് ഫോം ഏതായിരിക്കും? അത് V1 ആയിരിക്കും. V1 ഐ റൈറ്റ് എ ലെറ്റർ. പാസ്റ്റ് സിമ്പിൾ ആണെങ്കിൽ അത് എങ്ങനെ ചേഞ്ച് ആവും? ഐ റൈറ്റ് മാറി എന്താവും? റോട്ട് എ ലെറ്റർ. അപ്പൊ ഇതിന്റെ വേർബ് ഫോം V2. ഓക്കെ. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിലോ? പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അവിടെ ഹാവ് വരും. ഹാവ് പ്ലസ് V3 എന്ത് വരും? ഐ ഹാവ് കഴിഞ്ഞാൽ റൈറ്റ് റോട്ട് റിട്ടൺ എ ലെറ്റർ. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഇത് വേർബ് ഫോം V3 ആണ്. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ എങ്ങനെ വരും? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഇത് V പ്ലസ് ING ആണ്. വേർബിന്റെ ING ഫോം ആണ്. ഐ ഹാവ് ബീൻ പ്ലസ് ING റൈറ്റിംഗ് എ ലെറ്റർ. ഫ്യൂച്ചർ സിമ്പിൾ ആണെങ്കിൽ അവിടെ വില്ല് വരും അല്ലെ? എന്തായിരിക്കും അവിടെ വരുന്നത്? ഐ വിൽ റൈറ്റ് എ ലെറ്റർ. ഐ വിൽ റൈറ്റ് എ ലെറ്റർ. വേർബ് ഫോം ഏതായിരിക്കും? V1 ലാണ് എഴുതിയേക്കുന്നത്. വില്ല് കഴിഞ്ഞാൽ V1 ആണ് വരുന്നത്. റൈറ്റ്. കണ്ടോ? റൈറ്റ്. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിലോ? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ ഐ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ. ഐ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ. അതെന്തായിരിക്കും? V പ്ലസ് ING ആയിരിക്കും. ING ഫോം ഓഫ് ദ വേർബ് ആണ് റൈറ്റിംഗ് അല്ലെ? ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ഇതിന്റെ സെന്റൻസ് എങ്ങനെ വരുമെന്ന് താഴെ കമന്റ് ചെയ്യണം.